ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ക്യാൻസറിലാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ജീവശൈലി രോഗങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അത് ടൈപ്പ് 2 ഡയബറ്റിക്സ്, പിന്നെ അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഹെഡ് ഡിസീസസ്, അതൊക്കെ എന്താണ് ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഡിസീസസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എക്സസൈസ് കാരണം, നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് കാരണം, അതുപോലെ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുമ്പോഴും സ്മോക്ക് ചെയ്യുമ്പോഴും ഡ്രഗിൻ്റെ യൂസ് കാരണം ഭയങ്കര ഒബാസിറ്റി, തടിച്ചു വരുന്ന ആ ഒരു അവസ്ഥയിലും, പിന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, മെൻ്റൽ സ്ട്രെസ്സ് കാരണമൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനും അതുപോലെ ഹാർട്ട് ഡിസീസസും ഡയബറ്റിക്സ് ടൈപ്പ് 2 ഒക്കെ സംഭവിക്കുന്നു. ഇനി ന്യൂട്രീഷനായിട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽ ന്യൂട്രീഷൻ, എന്തെങ്കിലും അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണമൊക്കെ ഉണ്ടാകുന്നതാണ് ന്യൂട്രീഷണൽ ഡിസീസസ്. പിന്നെ അതുപോലെ ഗോയിറ്റർ എങ്ങനെ ഉണ്ടാകുന്നത്, അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നു. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുമാറ്റോയിഡ് ആർത്തരിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് കാരണം കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഒക്കേഷണൽ ഡിസീസസ് ആയിട്ട് വരുന്നതാണ് സിലിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഷണൽ ആയിട്ട് വരുന്ന ഡിസീസസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി പാരമ്പര്യമായിട്ട് വരുന്ന ഹെറിഡിറ്ററി ഡിസീസായിട്ട് നമുക്ക് രണ്ടെണ്ണം പഠിക്കാനുണ്ട്, സിക്കിൾ സെൽ അനീമിയയും അതുപോലെ ഹീമോഫിലിയും. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫക്റ്റഡ് ഓഫ് ജീൻ ദാറ്റ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകൾക്കാണ് ഇത് മെയിൻലി ഡിഫക്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺകേവ് ഷേപ്പിലുള്ള ആ ഒരു ബൈക്കോൺകേവ് ഷേപ്പിലുള്ള നമ്മുടെ റെഡ് ബ്ലഡ് സെൽസസ് എന്തായിട്ട് മാറുന്നു, സിക്കിൾ ഷേപ്പ്, ഒരു അരിവാളിൻ്റെ ഷേപ്പായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുകയും RBC എന്ത് ചെയ്യുന്നു, കാപ്പിലറീസിൽ സ്റ്റക്ക് ആവുകയും ചെയ്യുന്നു, ബ്ലഡ് ഫ്ലോ കുറയുന്നു, ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതെന്തൊക്കെയാണ്? ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് വരുന്ന അസുഖമാണ്. ഇനി ഹീമോഫീലിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഡിഫക്റ്റ് ഓഫ് ജീൻസ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ് സഹായിക്കുന്ന ജീനുകൾക്ക് ഡിഫക്റ്റ് സംഭവിക്കുമ്പോഴാണ് ഹീമോഫിലിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മുറിയിൽ നിന്നും നിൽക്കാണ്ട് ബ്ലഡ് ബ്ലീഡിങ് സംഭവിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഹീമോഫിലിയ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ആബ്സെൻസിൽ എന്താ പറയുക, ബ്ലഡ് എന്ത് ചെയ്യുന്നു, ആബ്സെൻസ് ഓഫ് ദ പ്രോട്ടീൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു, ആബ്സെൻ്റ് ആകുന്നു. അപ്പോൾ ചെറിയൊരു സ്മോൾ ബൗണ്ടിൽ നിന്ന് തന്നെ എക്സസീവ് ബ്ലീഡിങ് സംഭവിക്കുന്നു. ക്ലോട്ട് ചെയ്യാത്തൊരവസ്ഥയാണ് ഹീമോഫിലിയ എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റി അറിയാം. ആയുർവേദ ഉണ്ട്, യുനാനി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, പിന്നെ മോഡേൺ മെഡിസിൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഡയഗ്നോസ് ചെയ്യുക, ഇപ്പോൾ നമുക്കൊരു അസുഖം ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യാനും പല മെത്തേഡ്സസ് ഉണ്ട്. ബോഡി ചെക്കപ്പ് നടത്താം, ലബോറട്ടറി ടെസ്റ്റ് നടത്താം, പിന്നെ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് അസസ് ചെയ്യാം. പിന്നെ സ്റ്റെതസ്കോപ്പ് വെച്ച് നമുക്ക് ഡോക്ടർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാനോമീറ്റർ BP ചെക്ക് ചെയ്യാം. അതുപോലെ ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഉണ്ട്. പിന്നെ പൾസ് ഓക്സിമീറ്റർ വെച്ച് നമുക്ക് ഓക്സിജൻ്റെ എമൗണ്ടും അതൊക്കെ നമുക്കറിയാം. തെർമോമീറ്റർ വെച്ച് നമുക്ക് ടെമ്പറേച്ചർ നോക്കാം. എൻഡോസ്കോപ്പ് ഉണ്ട്. സ്കാനിങ് റിപ്പോർട്ടൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യാം. പിന്നെ സ്പെഷ്യലൈസേഷൻ ഇൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഇതിൽ ഇപ്പോൾ ഹാർട്ടിന് കാർഡിയോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ന്യൂറോളജി, ENT, പീഡിയാട്രിക്സ്, ജനറൽ മെഡിസിൻസ്, അങ്ങനെ പലതരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ ട്രീറ്റ്മെൻറ്റും നടത്തുന്നുണ്ട്. ഇനി ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സർജറി യൂസ് ചെയ്യാം. സർജറി വെച്ച് നമുക്ക് ചെയ്യാം. ഓർഗൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും, ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റും, റേഡിയേഷൻ തെറാപ്പി ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇനി ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെഡിസിൻസ് കഴിക്കാം. ഈ മെഡിസിൻസ് എങ്ങനെ ഡിറൈവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസംസിൽ നിന്ന് സിന്തറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തെടുക്കുക. അവരുടെ ബാക്ടീരിയ ഡിസീസസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നു. ആൻറ്റിജൻ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്ത പാത്തോജനെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക്സ് വേണ്ടത്. ആൻറ്റിവൈറൽ ഡ്രഗ്സസ് ഉണ്ട്. ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് എന്ന് വെച്ചാൽ വൈറസിനെ ഒഴിവാക്കുന്നത് ആൻറ്റിവൈറൽ ഡ്രഗ്സ്, ഫംഗസിനെ ഒഴിവാക്കുന്നത് ആൻറ്റി ഫംഗൽ ഡ്രഗ്സസ്. ആൻറ്റി പ്രോട്ടോസോവൻ ഡ്രഗ്സസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോസോവനെ ഇല്ലാണ്ടാക്കുന്ന ആൻറ്റി പ്രോട്ടോസോവൻ ഡ്രഗ്സസ്. പിന്നെ ഹെലിമെൻറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോംസ്, ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. ആൻറ്റി പൈററ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീവറൊക്കെ റിഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സസ് ആണ്.
പിന്നെ അതുപോലെ അൺസയൻറ്റിഫിക് ആൻഡ് എക്സസീവ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക് ആൻഡ് ലെറ്റ് ടു സെറവൽ സൈഡ് എഫക്ട്സ്, കുറേ സൈഡ് എഫക്ട്സ്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്. പിന്നെ അതുപോലെ എക്സസീവ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് അലർജി ഉണ്ടായിരിക്കും, ലിവറും കിഡ്നിക്കൊക്കെ ഡാമേജ് സംഭവിക്കും. നമ്മൾ എക്സസീവായിട്ട് എന്ത് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രക്ഷൻസും ഒക്കെ എന്താ പറയുക ഉണ്ടാകും. പിന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, എ ബി ഉണ്ട്, ഒ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള നമ്മൾ എയും ബിയും ആൻറ്റിജനായിട്ട് യൂസ് ചെയ്യാം RBCയിൽ. പിന്നെ അതുപോലെ ആർച്ച് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിജൻ ഡി എന്ന് പറയും. ഈ ആൻറ്റിജൻ ഡി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിൽ പ്രസൻ്റ് ആണെങ്കിൽ നമുക്ക് ആർച്ച് പോസിറ്റീവ് ആയിരിക്കും. ആൻറ്റിജൻ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്താണ്, ആർച്ച് നെഗറ്റീവ്. അപ്പോൾ ഒ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്, എ നെഗറ്റീവ് ഒക്കെ വരും. ആൻറ്റിജൻ ഡി ഇല്ലാത്തവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഈസ് നോട്ട് കമ്പാറ്റബിൾ. ദ ആൻറ്റിജൻ ഇൻ റിസീവ്ഡ് ബ്ലഡ് വിൽ റിയാക്ട് വിത്ത് ആൻറ്റിബോഡി ഇൻ ദ റെസിപ്പിയൻ ബ്ലഡ് പ്ലാസ്മ അല്ല ടു ദ അഗ്ലൂട്ടിനേഷൻ ഓഫ് ദ ബ്ലഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡൊക്കെ ട്രാൻസ്ഫ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, നമുക്കിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ബ്ലഡ് ഉണ്ടാവും. എ പോസിറ്റീവ് ഉള്ള ബ്ലഡ് എ നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ശരീരത്തിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, ബ്ലഡ് അഗ്ലൂട്ടിനേഷൻ സഹായിക്കുന്നു, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും, ആളുടെ ഡെത്ത് വരെ കോസ് ചെയ്യാനായിട്ട് സഹായിക്കും. കുറച്ച് ബ്ലഡ് നമ്മുടെ ഉള്ളിലേക്ക് കയറിയൊക്കെ തന്നെ അവിടെ എന്തൊക്കെ ഉണ്ടാവും, ക്ലോട്ടിങ് നടന്ന് ആകെ ആൾ ഇല്ലാണ്ടാവാൻ വരെ സംഭവിക്കാം. പിന്നെ അതുപോലെ എ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നെയാണ്, അതിൻ്റെ ആൻറ്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആയിരിക്കും. പിന്നെ അതുപോലെ ബി ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ബി ആയിരിക്കും, അതിൻ്റെ ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. അപ്പോൾ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്ക് ആൻറ്റിബോഡി ആയിട്ടുള്ള എ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും അതിന് ആൻറ്റിബോഡി ഇല്ല. ഓടെ ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആൻറ്റിജൻ ഇല്ല, ഏത് ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റും. ആൻറ്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്. ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാം, ബി ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ദെൻ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസസ്, അങ്ങനെ ഒരു ഡിസീസ് ഉണ്ട്. അത് കോസ് ചെയ്യുന്നത് വൈറസാണ്, കാറ്റിലാണ് ഉണ്ടാകുന്നത്. ഇനി ആന്ത്രാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്ടീരിയയാണ് കോസ് ചെയ്യുന്നത്, കാറ്റിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മാസ്റ്റൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്ടീരിയയാണ് കോസ് ചെയ്യുന്നത്, കാറ്റിലാണ് ഉണ്ടാകുന്നത്. പിന്നെ റാങ്കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസാണ്, ചിക്കനിലും അതുപോലെ ഡക്കിലൊക്കെയാണ് കോസ് ചെയ്യുന്നത് ആ ഡിസീസസ്. പിന്നെ പ്ലാന്റ്സിലുള്ള ഡിഫൻസ് മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ള ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിജിഡ് സെൽ വോള്, എപ്പിഡെർമിസ് ആൻഡ് വാക്സി കോട്ടിംഗ് ഓൺ ദ ലീവ്സ് ആൻഡ് സ്റ്റെംസ്. നമ്മൾ ലീവ്സിലും സ്റ്റെമ്മിലും ചില കാണുന്ന വാക്സി കോട്ടിങ്ങും പിന്നെ ലീവ്സിൽ കാണുന്ന എപ്പിഡെർമിസസും റിജിഡ് ആയിട്ടുള്ള സെൽ വോൾസസും കൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഡിഫെൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ്, എൻസൈംസ്, പോളിസാക്രൈഡ്, നമ്മുടെ കലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിസാക്രൈഡ് ഒക്കെ കാരണം കൊണ്ടാണ് പ്ലാന്റ്സ് എന്തെങ്കിലും ബാക്ടീരിയയൊക്കെ വരുന്ന സമയത്ത് ഡിഫെൻസ് ചെയ്യുന്നത്. ഇനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയ അണ്ടർഗോ ഓട്ടോലൈസിസ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ദ ഡിസീസസ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിന് ഓട്ടോലൈസിസ് സംഭവിക്കുന്നു. വെൻ വൺ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് അറ്റാക്ക്ഡ് ഇറ്റ് സെൻഡ് വാർണിംഗ് സിഗ്നൽ ഫ്രം ദ സെൽ ടു സെൽ. ഒരു സെല്ലിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ബാക്ടീരിയ ഇൻജെക്റ്റഡ് ആയി എന്നുണ്ടെങ്കിൽ അത് ഓരോ സെല്ലുകളിലേക്ക് എന്ത് ചെയ്യുന്നു, സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമുക്ക് പ്ലാന്റിൽ കാണുന്ന കുറച്ച് ഡിസീസ് നോക്കാം. ബ്ലിറ്റ് ഇൻ ബ്രിഞ്ചാൾ ഇങ്ങനെ ബ്ലിറ്റായിട്ട് പോകുന്ന, അതെന്ന് വെച്ചാൽ ബാക്ടീരിയയാണ് കോസ് ചെയ്യുന്നത്. യങ് ലീവ്സസ് ഭയങ്കരമായിട്ട് യെല്ലോ കളർ ആവുകയും വാടിപ്പോവുകയും ചെയ്യുന്നു. അതിൻ്റെ ഗ്രോത്ത് തന്നെ എന്താവും, സ്റ്റണ്ട് ഉണ്ടാവും, ഇല്ലാണ്ടാവുകയും ചെയ്യുന്നു. ക്വിക്ക് വിൽറ്റിൻ ഓഫ് പെപ്പറിൽ കാണുന്ന പെട്ടെന്നുള്ള വിൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് ആണ് കോസ് ചെയ്യുന്നത്. വെറ്റ് മാർക്ക് ഓൺ ദ ലീഫ് സ്റ്റെമ്മിൽ ഒരു വെറ്റ് മാർക്ക് ഉണ്ടായിരിക്കും, ലീഫ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു, അതുപോലെ പ്ലാന്റ് തന്നെ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. പിന്നെ ബ്ലിറ്റ് ഓഫ് പാഡി, അത് ബാക്ടീരിയ തന്നെയാണ് കോസ് ചെയ്യുന്നത്. ഒരു റൗണ്ട് യെല്ലോ സ്പോട്ട് ലീവ്സുകളിൽ സ്പോട്ട് പോലെയും റൈസ് ഗ്രെയിൻസിലൊക്കെ സ്പോട്ട് പോലെയും അതുപോലെ ലീവ്സിലൊക്കെ ഒരു യെല്ലോ സ്പോട്ട്സസ് കാണുന്നു. പിന്നെ അതേപോലെ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന കോസ് ചെയ്യുമ്പോൾ അതിൽ കോസ് ചെയ്യുന്നത് വൈറസാണ്. യെല്ലോ ലീവ്സസ് ഒക്കെ ഭയങ്കര ഷോർട്ടൻ ആകുകയും നാരോ ആകുകയും അപ്രൈറ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നു. പിന്നെ അത്
അതുപോലെ വാഴയുടെ ബനാന ട്രീയുടെ ഗ്രോത്ത് എന്താവും, ഭയങ്കര സ്റ്റണ്ട് ഉണ്ടാവും, അത് ഗ്രോത്ത് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ മൊസൈക്ക് ഇൻ ടാപ്പിയോക്കയിൽ മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത് വൈറസാണ്. ഒരു ലൈറ്റ് യെല്ലോ കളർഡ് പാച്ചസ്, നമ്മുടെ ലീവ്സിലൊക്കെ ഒരു മഞ്ഞ കളറുള്ള പാച്ചസ് ഉണ്ടാകുന്നു. അതുപോലെ അത് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു, വൈറ്റ് കളറായിട്ട് മാറുന്നു. പിന്നെ അതിൻ്റെ ഗ്രോത്തിനെയൊക്കെ ഡിസ്ട്രക്ട് ചെയ്യുന്നു. പിന്നെ ബഡ് റൂട്ട് ഓഫ് കോക്കനറ്റിൽ കാണുന്ന ബഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ് റോട്ട്, അത് ഫംഗസാണ് കോസ് ചെയ്യുന്നത്. ടെൻഡർ ലീവ്സസ് യെല്ലോ കളറായി, പുതിയ ഉണ്ടാകുന്ന തളിരിലകളൊക്കെ യെല്ലോ കളറാവുകയും ഒരു ഡ്രോപ്പ് ആൻഡ് വോൾ പോലെ, ഒരു ക്രൗൺ റീജിയനിൽ ഒരു ഡ്രോപ്പും ഫോൾസ് പോലെയൊക്കെ എന്താ പറയുക ഉണ്ടാകുന്നു. അതൊക്കെയാണ് എന്ത് ബഡ് റോട്ട് ഓഫ് കോക്കനറ്റിൽ ഉണ്ടാകുന്നത്. അപ്പോൾ പ്ലാന്റ്സിലൊരു ഡിഫൻസ് മെക്കാനിസം എന്താണ്, റിഡ്ജ്, സെൽവോളം, എപ്പിഡെർമിസും വാക്സി കോട്ടിങ്സ് ഒക്കെ എന്താണ് പ്ലാന്റ്സിൽ കാണുന്ന ഡിഫൻസ് മെക്കാനിസമാണ്. ആൻറ്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസും എൻസൈംസും പോളിസാക്രൈഡ് കോൾഡ് സെല്ലുലോസ് ഒക്കെ എന്താണ് നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്ന ഡിഫൻസ് മെക്കാനിസമാണ്. പ്ലാന്റ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഞ്ചാളിൽ കാണുന്ന ബ്ലിറ്റ്, അതുപോലെ ക്വിക്ക് ബ്ലിറ്റ് ഇൻ പെപ്പർ, പിന്നെ ബ്ലിറ്ററ്റ് ഓഫ് പാഡി, ബഞ്ചി ടോപ്പ് ഇൻ ബനാന, മൊസൈക്ക് ഇൻ ടൊബാക്കോ, ബഡ് റൂട്ട് ഓഫ് കോക്കനട്ട്, ഓരോന്നും കോസ് ചെയ്യണ ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ അങ്ങോട്ട് കഴിഞ്ഞു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.